കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ തള്ളി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. LDF-ൽ ഉറച്ചു നിൽക്കുമെന്നും ആരാണ് ഈ ചർച്ച നടത്തുന്നതെന്നും തങ്ങളെ ഓർത്ത് ആരും കരയേണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. പലയിടങ്ങളിൽ നിന്നും ക്ഷണം വരുന്നുണ്ട്. എല്ലാ ദിവസവും നിലപാട് വിശദീകരിക്കേണ്ടതില്ലെന്നും ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എവിടെയോ അവിടെ ഭരണമുണ്ടാകുമെന്ന് പറഞ്ഞ ജോസ് കെ മാണി കേരള കോൺഗ്രസിൽ ഭിന്നതയില്ലെന്നും വ്യക്തമാക്കി. ഗ്രന്ഥത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിപലിക്കും. അപ്പൊ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിന്റെ ഇടയ്ക്ക് നമുക്കറിയാം കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലെ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിന്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്തെ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. കേരള കോൺഗ്രസിന്റെ നിലപാട് ഉറച്ചതാണ്, യാതൊരു സംശയവും ഇല്ല. ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ പറഞ്ഞ നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, അതുകൊണ്ട് ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുമായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അത് സത്യമാണ്. എന്തുകൊണ്ട് അതിനകത്താണ്. അപ്പൊ ക്യാപ്റ്റൻ ഞാൻ തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. ജോസ് കെ മാണി ഈ സോണിയാഗാന്ധി അല്ല, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അതല്ലേ വാർത്ത വന്ന നിങ്ങളിൽ നിന്നാ വന്നത്, നിങ്ങൾ പറ എവിടെ വെച്ച് എപ്പോഴാണ് എങ്ങനെയാണ് എന്നാലല്ലേ എനിക്ക് പറയാം. നാളെ അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയി തെളിയിക്കാനാ? ഇല്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ.